പ്രതിയായിട്ടുള്ള ചൈതന്യാനന്ദ സരസ്വതിക്കെതിരെ ആദ്യഘട്ടത്തിൽ ആരോപണങ്ങൾ ഉയരുമ്പോൾ അയാൾ വിദേശത്തായിരുന്നു. അവസാനം കണ്ടിരിക്കുന്നത് ആഗ്രയിലാണ്. അതിനുശേഷം എവിടെ പോയി എന്ന് യാതൊരു വിവരവുമില്ല. 32 യുവതികളാണ് പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. അതിൽ 17 പേരും ഇയാൾ മോശമായി പെരുമാറി എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 2 FIRകൾ ഇട്ടിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം വലിയ തോതിൽ നടക്കുകയാണ്. പക്ഷേ ഈ സ്വാമി സ്വയം പ്രഖ്യാപിത ആൾ ദൈവം എവിടെ പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു വിവരവും ഇതുവരെയും പോലീസിന് ലഭിച്ചിട്ടില്ല. ദക്ഷിണേന്ത്യയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആശ്രമ ശൃംഖലയുണ്ട്. അതിൻ്റെ പേര് ദക്ഷിണനയ ശ്രീ ശാരദ പീഠമെന്നാണ്. അതിൻ്റെ ഡൽഹി യൂണിറ്റിൻ്റെ തലവൻ കൂടിയായിരുന്നു ഈ പറയുന്ന സ്വാമി ചൈതന്യാനന്ദ സരസ്വതി. അയാളുടെ യഥാർത്ഥ പേര് പാർത്ഥസാരഥി എന്നാണ്. ഒഡീഷ സ്വദേശിയാണ്. പിന്നീട് സ്വയം പ്രഖ്യാപിത ആൾദൈവമായി ഒക്കെ മാറുകയായിരുന്നു. ഇയാളൊരു സീരിയസ് ഒഫൻഡറാണ്. അതായത് 2003-ലും 2009-ലും സമാനമായിട്ടുള്ള കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. 2009-ലെ കേസ് ഇതേ ഡൽഹിയിലെ ആശ്രമത്തിലെ ഒരു പെൺകുട്ടി നൽകിയാണ്. പക്ഷേ പിന്നീട് യാതൊരു അന്വേഷണവും ഒരു നടപടിയും തന്നെ ഉണ്ടാവില്ല. അത്രത്തോളം സ്വാധീനമുള്ളൊരു വ്യക്തി കൂടിയാണ്. ഏതായാലും ഇത്രത്തോളം യുവതികൾ ഇപ്പോൾ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഇയാളെ പിടികൂടുമെന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാളുടെ രീതി എന്ന് പറയുന്നത് വാട്സപ്പ് മെസ്സേജുകൾ, വാട്സപ്പ് ഫോൺ കോളുകൾ, അത് ആദ്യഘട്ടത്തിൽ വളരെ സൗമ്യനായി ഒക്കെ പ്രതികരിച്ചുകൊണ്ടാണ് പണം നൽകാം, പല പല വാഗ്ദാനങ്ങൾ, വിദേശ യാത്രകൾ, അതുപോലെ ഇവർ വിദ്യാർത്ഥികളാണ്. ഇയാൾ ഡയറക്ടറായിരിക്കുന്ന ഒരു മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ശാരദ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടുത്തെ വിദ്യാർത്ഥികളാണ് ഇയാൾക്കെതിരെ ഈ പരാതി നൽകിയിരിക്കുന്നത്. കൂടുതൽ മാർക്ക് തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യം മെസ്സേജ് അയക്കുക. വഴങ്ങുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഭീഷണിയായിരിക്കും പിന്നെ ഉണ്ടാകുക. ഇവരുടെ ഹോസ്റ്റൽ വാർഡനും ഇത്തരത്തിൽ സ്വാമിയുടെ നിർബന്ധങ്ങൾക്കും വഴങ്ങിക്കൊടുക്കാൻ ഈ പെൺകുട്ടികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അവർ പോലീസിന് മുൻപാകെ മൊഴി നൽകിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ, അതിന് പലതിനും തെറ്റായിട്ടുള്ള നമ്പർ പ്ലേറ്റുകൾ, അതും എംബസിയുടെ UN നമ്പർ പ്ലേറ്റുകൾ അടക്കമാണ് ഇയാൾ വ്യാജമായി ചമച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതും പോലീസ് കണ്ടുകെട്ടിയിട്ടുണ്ട്. ഈ നമ്പർ പ്ലേറ്റുകൾ പിടിച്ചെടുത്തു. വോൾവോ കാർ അടക്കം ഇയാൾ ഉപയോഗിച്ചിരുന്ന ആഡംബര കാറുകളും എല്ലാം തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇയാളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ ആശ്രമം, ഇയാൾ താമസിച്ചിരുന്ന വീട്, ഇതെല്ലാം പരിശോധിച്ചിരിക്കുന്നു. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിരിക്കുന്നു. പക്ഷേ ഇയാളെ സംബന്ധിച്ച് ഇപ്പോഴും യാതൊരു വിവരവുമില്ല. വൈകാതെ ഇയാളെ ട്രേസ് ഔട്ട് ചെയ്ത് പിടിക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിലും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്.